അങ്ങനെ 6:30 ആയപ്പോൾ അറിയത്തില്ല, അമ്മ ആരോടൊക്കെ തല്ലിക്കുട്ടി 2000 രൂപ ഒപ്പിച്ച് എന്നെ കാത്ത് 6:30 ആയപ്പോൾ വീട്ടിൽ ഇരിക്കുക. അന്ന് വെള്ളിയാഴ്ച ദിവസം, പിറ്റേ ദിവസം ലീവ് തരത്തില്ലെന്ന് മാനേജർ പറഞ്ഞു. ഞാൻ ബസ്സാർ ഒക്കത്തില്ല, ഞാൻ വരത്തില്ല, എനിക്ക് റാലിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വെള്ളിയാഴ്ച 8 മണിയായി, അവരെന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയം വെള്ളിയാഴ്ച 8 മണിയായി. അപ്പോൾ സോഷ്യോ ഇവിടുന്ന് ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. രാത്രി 8:30 തിരുവല്ല സ്റ്റാൻഡിൽ വന്നു. അപ്പം ബസ്സുകൾ ഏകദേശം ബസ്സുകൾ വരുന്നുണ്ട്, പക്ഷേ എല്ലാം കോട്ടയം എറണാകുളം ഭാഗത്തേക്കുള്ള ബസ്സുകളാണ് വരുന്നത്. ആലപ്പുഴയ്ക്ക് ഒരൊറ്റ ബസ്സില്ല. ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ വന്നു. ഞാനും അമ്മയും ചങ്ങനാശ്ശേരി ഇരുന്നു. ഇപ്പോൾ 2000 രൂപയിൽ നിന്ന് 40 രൂപ പോയി. ബാക്കി പൈസയായിട്ട് ഞാനും അമ്മയും സ്റ്റാൻഡ് നിൽക്കുക. അവിടെ ഡിപ്പോ ചോദിച്ചപ്പോൾ പറഞ്ഞു വെളുപ്പിന് 4 മണിക്ക് അല്ലാതെ ഇനി ഇവിടെ ബസ് വേറെ ഇല്ല. ഓട്ടോയ്ക്ക് അവിടെ വരെ പോകാനുള്ള പൈസ ഇല്ല. എന്തായാലും ചങ്ങനാശ്ശേരി ആലപ്പുഴയ്ക്ക് ആ സമയത്ത് തരണമെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് അവർ മേടിക്കും. കിടങ്ങറായെന്ന ബസ്സിൽ നിന്ന് ഒരു അങ്കിളും ആൻറ്റി ഇറങ്ങി വരിക. ആ സ്ത്രീ എന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരിയാണ്, നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇവരെന്താ ഇത്രയും സ്വർണ്ണം നോക്കിയിട്ട് വരുന്നത്? അപ്പം ചെറുപ്പക്കാരാണ്, വലിയ പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എങ്ങോട്ടേക്കാണ്? അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ആലപ്പുഴയ്ക്ക് പോകാം, ഞങ്ങളും അങ്ങോട്ടാണ്. അപ്പം ഞാനപ്പോൾ ഓർത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇനി ബസ്സില്ല, വെളുപ്പിന് 4 മണിക്കേ ഉള്ളൂ ബസ്, ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ വോളണ്ടർ, എനിക്ക് ആ സമയത്ത് അവിടെ ചെന്നേക്കും. സോഷ്യലുള്ള ആൾക്കാരോട് ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു. നിങ്ങൾ പറഞ്ഞു മോളെ ഒരു കാര്യം നമുക്ക് ഓട്ടോയ്ക്ക് പോകാം. ഞാനന്ന് ആദ്യം മടിച്ച്, കാര്യം ആ കയ്യിൽ ഇത്രയും പൈസ ഉള്ളതിന് മനസ്സിലാമസോടെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, അവിടെ സോഷ്യോ വെച്ച് ആരോടും കടം മേടിക്കാം, ബാക്കി പൈസ ഓട്ടോയ്ക്ക് കൊടുക്കാം, എന്നാൽ അവർ പകുതി കൊടുക്കത്തുള്ളൂ, നമ്മളും പകുതി കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു അമ്മയുടെ ഈ 2 വ്യക്തി അങ്കിളും ആൻറ്റി ഞാനും അമ്മയും വലിയൊരു ഓട്ടോയിൽ കയറി തിരുവല്ല സ്റ്റാൻഡിൽ നിന്ന് AC റോഡ് വഴി ആലപ്പുഴയ്ക്ക് ചേർത്തലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട മോളെ ഞങ്ങൾ കൊടുത്തു. പുള്ളി അച്ഛൻ ആ പൈസ കൊടുത്തു. അതിനുശേഷം ഞങ്ങളവിടെ ചായക്കടയിൽ കയറി ഞങ്ങൾക്ക് ആഹാരം വാങ്ങി തന്നു. അപ്പം പൊറോട്ടയും ബീഫ് കറിയും മേടിച്ചു തന്നു. അപ്പം ഞാൻ ചോദിച്ചു അങ്കിളും ആൻറ്റിയും കഴിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇവർക്ക് പ്രത്യേകതരം ഒരു ഭംഗിയാണ്, നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇവർ അടുത്ത് വരുമ്പം. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമോ ഞങ്ങളിന്ന് മാംസം കഴിക്കരുത്, ഞങ്ങൾ രണ്ടുപേരും മാംസം കഴിക്കത്തില്ല, നിങ്ങൾ കഴിക്കാൻ വയറ് നിറച്ച് ഭക്ഷണം മേടിച്ച് തന്നു. അവിടെ നിന്ന് എറണാകുളം ബസ്സിന് കയറി പള്ളിയുടെ ഫ്രണ്ടിൽ ഇറങ്ങി ഇവിടുന്ന് അമ്മയെ പ്രാർത്ഥിച്ചപ്പം ഞാൻ പറഞ്ഞു അങ്കിളെ ഇനി എങ്ങോട്ടാണ്? ഞങ്ങൾ നേരെ സോഷ്യോയിലോട്ട് പോവാം, ഞങ്ങൾ വോളണ്ടറാണ്. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ പുറകെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അങ്കിളും ആൻറ്റിയും ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ പുറകെ വന്നു. ഞങ്ങൾ സോഷ്യോയിലാക്കിയപ്പോൾ ഇവരാക്കിയിട്ട് ഇവരെ ഞാൻ കണ്ടില്ല. ഞാൻ ആ സെക്യൂരിറ്റി അങ്കിളെ ഗേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വ്യക്തികളെ ഞാൻ കണ്ടില്ല. പക്ഷേ ഇവർ പോയതിനു ശേഷമാണ് ആ സുഗന്ധാഭിഷേകം കണ്ടത്. അപ്പം ചില്ലംകൂട്ടിലിരിക്കുന്ന ഔസേപ്പിതാവിനെ കയ്യിരിക്കുന്ന അതേ തടിയുടെ കൊന്തമാലയാണ് ഞാൻ ആ വ്യക്തിയുടെ കണ്ടതെന്നുള്ള കാര്യം എനിക്ക് 100-110% ഉറപ്പുള്ള കാര്യം. അപ്പോൾ എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ അമ്മയും ഔസേപ്പിതാവും കൂടെ എനിക്ക് കൂട്ടുവന്ന് എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചിലവാക്കാതെ എന്നെ ഈ റാലിയുടെ വോളണ്ടറായിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള എല്ലാ എൻ്റെ കാര്യങ്ങളിലും എൻ്റെ അമ്മയും ഈശോപ്പയും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.